ഞാനിവിടെ നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ്. ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ലെങ്കിലും ഒരുപാട് പൈസ തന്ന് എന്നെ ഇവിടെ നിർത്തുന്നതല്ലേ. അപ്പോൾ ഞാൻ നല്ല നല്ല കണ്ടന്റുകൾ കൊടുക്കണ്ടേ? കൂടാതെ ഞാൻ കാരണം നല്ല റേറ്റിംഗ് ഉണ്ടാവണ്ടേ ഈ ഒരു പ്രോഗ്രാമിന്? എനിക്ക് പൈസയെക്കാട്ടിലും വലുത് ബിഗ് ബോസ് എന്ന പരിപാടിക്ക് നല്ല റേറ്റിംഗ് കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ അനുമോള് പറഞ്ഞ വാചകങ്ങളായത് ആദിലയോടും നൂറയോടും. അനുമോളെ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരുപാട് കാട്ടാളന്മാരിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പോൾ, വട്ടത്തിലിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പോൾ അനുമോൾക്ക് വേണ്ടി ഏറ്റവും മുമ്പിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, പറയിപ്പിക്കുമോ കൊച്ചേ? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. എന്ത് വലിയ ഡയലോഗൊക്കെയാണ് പറയുന്നത്? ബിഗ് ബോസിന് വേണ്ടിയിട്ടാണോ അനുമോൾ അതിനകത്ത് നിൽക്കുന്നത്? അല്ല, അനുമോൾ ഉള്ളത് കൊണ്ടായിരിക്കുമോ ബിഗ് ബോസ് അങ്ങോട്ട് റേറ്റിംഗ് കൂടാൻ പോകുന്നത്? അതൊക്കെ കുറച്ച് കൂടിയ ഡയലോഗുകളല്ലേ? ഒരു സംശയം എനിക്ക്. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 27 ഒരു അപ്ഡേറ്റിലേക്ക്, ഒരു ചെറിയ റിവ്യൂയിലേക്ക്, ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഇത് കുറച്ച് വലുതാവാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അനുമോളെ പറ്റി പറയാനുണ്ട്, ആര്യൻ മോനെ പറ്റി പറയാനുണ്ട്, അനീഷേട്ടനെ പറ്റി പറയാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ എനിക്ക് ഈ സീസണിൽ ഏറ്റവും വൃത്തികെട്ടവൻ എന്ന് തോന്നിയ നമ്മുടെ അക്ബർ കാക്ക ഒരു നല്ല കാര്യം പറഞ്ഞ് ഇന്നെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, അല്ലെങ്കിൽ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട് എന്നെനിക്ക് തോന്നിയ ഒരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വളരെ വിശദീകരിച്ച് തന്നെ പറയാം. ലാലേട്ടൻ വന്ന ദിവസമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ലാലേട്ടൻ വന്ന് പറയുന്നു, ഞാൻ അമേരിക്കയിലാണ്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്, നമുക്ക് വീട്ടിലേക്ക് പോകാം, അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ രാവിലെ നമ്മുടെ അനുമോളും പിന്നെ നമ്മുടെ അനീഷേട്ടൻ്റെയും ജയിലിലുള്ള കുറച്ച് പരിപാടികൾ കാണിക്കുന്നു. അവിടുന്ന് ബിഗ് ബോസ് രണ്ടിനെയും ഇറക്കി പുറത്തേക്ക് വിടുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കുമല്ല, നമ്മുടെ ലിവിങ് ഏരിയയുടെ തൊട്ട് പുറകിലെങ്ങാണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുമെന്ന് തോന്നുന്നു, നമ്മുടെ അക്ബറൊക്കെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുന്നൊരു കാര്യമുണ്ട്, അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ചുമ്മാ അങ്ങോട്ട് അവനെ തെറി പറയാനൊന്നും പറ്റത്തില്ല, ആവശ്യത്തിനുള്ള ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് അവൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ അനുമോൾ ജയിലിൽ കിടന്നപ്പം ഒരു പാവ, അനുമോളിൻ്റെ മറ്റേ ക്ലിക്ലോ ഒരു പാവക്കുട്ടി അനുമോളുടെ കയ്യിലുണ്ടല്ലോ. അപ്പം അത് ശരിയാണോ എന്നുള്ളൊരു കാര്യം അക്ബർ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പാനിയോടാണ് ചോദിക്കുന്നത്, അപ്പാനി അത് ശരിയല്ല. കാരണം അക്ബർ പറഞ്ഞ കറക്റ്റാണ്. ജയിലെന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ്. സോ അവിടെ ഒരു കംഫർട്ട് സോൺ പിടിച്ച് നിൽക്കരുത്, മനസ്സിലായില്ലേ? അവിടെ ഒരു പാവയോ അല്ലെങ്കിൽ നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളോ നമുക്ക് പ്രിയപ്പെട്ട സാധനങ്ങളോ ഒന്നും ജയിലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടുത്തെ ശിക്ഷ അങ്ങനെയാണ്. പക്ഷെ അനുമോൾ ഈ പാവക്കുട്ടിയായിട്ടാണ് അതിനകത്ത് പോകുന്നത്. അത് തെറ്റല്ലേ? അപ്പാനി നീ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, ഞാൻ രാത്രി തന്നെ അതെടുത്തു, ഞാൻ അവിടെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു, അവൾ അതുകൊണ്ട് കയറി, ഞാനത് പുറത്ത് വലിച്ചെറിഞ്ഞതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അത് മാന്യമായിട്ട് അനുമോളോട് പറഞ്ഞ് ആ സാധനം എടുത്ത് വെക്കണമായിരുന്നു. പക്ഷേ അനുമോൾ അതിന് സമ്മതിച്ചിട്ടില്ല എന്നാണ് അപ്പാനി പറയുന്നത്. അക്ബർ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. നമ്മൾ പോലും, അല്ലെങ്കിൽ ഞാൻ പോലും ഈ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നിയമലംഘനം തന്നെയാണത്. അനുമോക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ചൊരു നിയമത്തിൽ മാറ്റമൊന്നും അവിടെ വരുത്തേണ്ട കാര്യമില്ല. കാരണം അനുമോൾ നല്ലൊരു ഗെയിമറാണെങ്കിൽ എല്ലാവരും കളിക്കുന്ന പോലെ തന്നെ കളിച്ച് ജയിക്കട്ടെ. അതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്? നമ്മളെപ്പോലെ അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഈ വീഡിയോ അടിയിലും വരും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് തെറി പറയും. പക്ഷെ തെറി പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, പറഞ്ഞതിനകത്തൊരു കാര്യമില്ലേ? അനുമോൾക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ നിയമത്തിൽ മാറ്റമൊന്നും വേണ്ട. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അനുമോളും ജയിലിൽ കിടക്കണം, മനസ്സിലായില്ലേ? അല്ലാതെ അനുമോക്ക് അച്ഛൻ്റെ കൂടെ കിടന്നാലേ ഉറക്കം വരൂ, അമ്മയുടെ കൂടെ കിടന്നാലേ ഉറക്കം വരൂ, പട്ടിക്കുട്ടിയെ കെട്ടിപ്പിടിച്ചാലേ ഉറക്കം വരൂ, അങ്ങനൊന്നും ഇല്ല. ബിഗ് ബോസ് ഹൗസാണ്. ആ ഹൗസിൻ്റെ അകത്തുള്ള ഒരു ശിക്ഷ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ജയിൽ. അവിടെ അത്രയും വലിയ കംഫർട്ടൊന്നും പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. സോ അക്ബർ ആ പറഞ്ഞത് ഒരു പോയിന്റ് തന്നെയാണ്. അപ്പം അപ്പാനി പറയുന്നുണ്ട്, മറ്റേ എറിഞ്ഞതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അക്ബർ അപ്പോഴും പറയുന്നുണ്ട്, ദൂരെ എറിയേണ്ട കാര്യമൊന്നുമില്ല, നിനക്കത് മാറ്റി വെക്കായിരുന്നു. അങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് അക്ബറിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും നല്ലത് വീണ് ഞാനെന്തായാലും കേട്ടു. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പാനി ശൈത്യയും അനുമോളും മറ്റേ അനുമോളുടെയും ശൈത്യയുടെയും ആ ഒരു ബെഡിലിരിപ്പുണ്ട്. അപ്പാനി അങ്ങോട്ട് ചെല്ലുന്നു, ഒരു കാര്യമില്ല, ഇതൊക്കെ അനാവശ്യ കാര്യമാണ്. അനുമോളുടെ കയ്യിൽ ആ സമയത്ത് ആ ഡോൾ ഇരിപ്പുണ്ട്, അത് പോയി പിടിച്ചു പറിക്കുന്നു, അതിൻ്റെയൊക്കെ ആവശ്യമില്ല. അതൊക്കെ ഒരു ചൊറിച്ചിൽ, അത്രേ ഉള്ളൂ. അത് പോയി പിടിച്ചു പറിക്കുന്നുണ്ട്. ഉടനെ അവിടെ കിടന്ന് അനുമോൾ ഒച്ച വെക്കുന്നുണ്ട്. ശൈത്യ പോകുന്നു, ചേട്ടാ വലിച്ചെറിയരുതെന്ന് പറയുന്നു.
ശൈത്യയുടെ കയ്യിൽ തിരിച്ചു കൊടുക്കുന്നു, അതുകൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അനുമോൾ എങ്ങോട്ടോ ഒന്ന് മാറിയ സമയത്ത് നമ്മുടെ ആര്യൻ മോൻ ആ ഡോളിനെ അവർ ഈ നമ്മുടെ അനുമോളും ശൈത്യം കിടക്കുന്ന ആ ഒരു ബെഡിന് മേളിൽ അവർ സൈഡിലായിട്ടൊരു മരമുണ്ട്. അപ്പോൾ ആ മരത്തേൽ ഈ പാവക്കുട്ടിയെ കെട്ടിയിടുന്നു. അതൊക്കെ അവൻ്റെ കനത്ത ചൊറിച്ചില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ എന്ത് ഗെയിമാണത്? അതൊക്കെ അതിനകത്തൊക്കെ ഒരു ഗെയിം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു പരിപാടി അവിടെ നമ്മുടെ ആര്യൻ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അനീഷേട്ടൻ പ്രത്യക്ഷപ്പെടുന്നത്. അനീഷേട്ടൻ രാത്രി തൊട്ട് അനുമോളെ ഒന്ന് പാമ്പർ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ട അനീഷിന് മനസ്സിലായി അവക്കിട്ട് ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കണം, ചെറിയ താങ്ങല്ല സപ്പോർട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ അല്ലെങ്കിൽ മനസ്സുകൊണ്ടായിരിക്കാം, എന്താണെങ്കിലും അനീഷേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കെട്ടി തൂക്കിയതിനെ അനീഷേട്ടൻ അഴിച്ചൊക്കെ അനുമോൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, അഴിച്ച് എടുക്കാൻ പറ്റുന്നില്ല. അനീഷേട്ടൻ വന്ന് കാരണം ഇച്ചിരി ഹൈറ്റാണ്, നീളക്കുറവുണ്ടല്ലോ കുഞ്ഞിന്, അതുകൊണ്ട് തന്നെ അതൊരു കുറവായിട്ടല്ല ഞാൻ പറഞ്ഞത്, അതൊരു ചെറിയൊരു അനുമോളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അനീഷ് വന്നത് അഴിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ടു, വളരെ നല്ല കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നെവിൻ, അനുമോൾ പുറത്തേക്ക് കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം നെവിൻ കൂടെ നടക്കുകയാണ്, മറ്റേ സ്നേഹം കൊണ്ടൊന്നുമല്ല, ചൊറിയാൻ വേണ്ടിയിട്ടാണ്. അനുമോളെ എനിക്കത് കണ്ടപ്പം ഞാനും അപ്പം ചിരിച്ചു ആ കെട്ടി തൂക്കിയിട്ടൊക്കെ കണ്ടപ്പോൾ. പക്ഷെ പിന്നെ എനിക്ക് സങ്കടം വന്നു, അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ക്ലിഞ്ചോനെയാണ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരുന്നെങ്കിൽ എനിക്ക് സങ്കടം വരും എന്നുള്ള കാര്യമൊക്കെ കുറച്ചും കൂടെ ഒന്നാമത് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുടെ കൂടെ നടന്ന് ഒന്നും കൂടെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള നെവിൻ്റെ ഒരു ഗെയിം, എനിക്കതിനെ അങ്ങനെയാണ് തോന്നിയത്. അതിനുശേഷമാണ് ലാലേട്ടൻ വന്നിട്ട് വീട്ടിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസത്തെ മറ്റേ അനുമോൾ ജിസൈൽ ആ ഒരു എന്താണ് ലിഫ്റ്റിക്ക് തൂക്കുക പിടിച്ച് തള്ളുക ആ ഒരു വിഷയത്തെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ അനുമോൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ അത് അങ്ങനെയാണ്, അവൾ മറ്റേ നിയമലംഘനം നടത്തി. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു, നീ എല്ലാ നിയമങ്ങളും ഇവിടെ പാലിക്കാറുണ്ടോ? അനുമോളൊന്നും മിണ്ടുന്നില്ല. അപ്പം അതിനുശേഷം ലാലേട്ടൻ പറയുന്നു, അവർ സ്വേച്ഛാധിപതിയാണ്, അവരത് ഉപയോഗിച്ചെങ്കിൽ തന്നെ അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ജിസൈൽ ആ സമയത്ത് ജിസൈലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല, നിങ്ങൾ സ്വേച്ഛാധിപതിയാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അവർ സ്വേച്ഛാധിപതിയാണ്, അവർക്ക് എന്തും ചെയ്യായിരുന്നു ആ സമയത്ത്. ജിസൈൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു. അനു അങ്ങനെയും കൂടെ ആയിരുന്നെങ്കിൽ അനു ഇപ്പോൾ കംപ്ലീറ്റ്ലി തീർന്നേനെ. തള്ളിയത് സത്യം പറഞ്ഞാൽ അനുവിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത്. ഇല്ലെങ്കിൽ അനുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. അപ്പോൾ എന്തായാലും ജിസൈലിൻ്റെ കയ്യിലും തെറ്റുണ്ടെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. രണ്ടിനെയും പിടിച്ച് മറ്റേ എന്താണ് നോമിനേഷനിലേക്ക് എന്തായാലും ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ. പിന്നെ അനു പറയുന്നുണ്ട്, എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു ലാലേട്ട, അങ്ങനെയുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അക്ബർ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അനുവിൻ്റെ പ്രാക്ക് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞാണ്, അത് കുറച്ച് ഓവറാണ്, പ്രാക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാവം പെങ്കൊച്ചാണ് അത്, അതും കരഞ്ഞും പിഴിച്ചു 24 മണിക്കൂർ നടക്കുന്നത്, അതിൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അതും പ്രാകും. ഇവന്മാരുടെ ഗെയിമെന്നും പറഞ്ഞ് പോയി ചൊറിയുന്നുണ്ടല്ലോ. അപ്പോൾ അവളുടെ ഗെയിം അതാണെന്ന് അങ്ങ് കൂട്ടിയാൽ മതി. അവൾ നല്ല കാനത്തിൽ പ്രാഗ് വിടുന്നുണ്ട്, പക്ഷേ അതൊന്ന് ലിമിറ്റ് ചെയ്യണം, അത് കുറച്ച് ബോറായി പോകുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ നമ്മുടെ അപ്പാനി ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട്, അപ്പാനി ക്യാപ്റ്റാ എന്താണ് നിനക്ക് പറയാനുള്ളത്, നിനക്ക് എന്തെങ്കിലും മൊഴിയാനുണ്ടോ? അപ്പാനി ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അനു ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് ലാലേട്ടാ, അനു മാത്രം കേൾക്കുന്നില്ല, ഞാൻ എന്തു പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല എന്ന് അപ്പാനി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പാനി ആ പറഞ്ഞത് കറക്റ്റാണ്. അനു ഒഴിച്ച് ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ കേൾക്കും, അനുവോട് എന്ത് പറഞ്ഞാലും അനുമോൾ മൈൻഡ് ചെയ്യത്തില്ല. അത് അനുമോളുടെ ഒരു ഗെയിമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ളൊരു ചൊറിയുന്ന ഒരു ഗെയിമാണെങ്കിൽ ഇത് അനുമോളുടെ ഗെയിം. അപ്പാനിയോടൊക്കെ പോടാന്നുള്ളൊരു മൂഡാണ്. പ്രത്യേകിച്ച് കിച്ചണിൽ നിന്ന് അനുമോളെ മാറ്റിയത് അനുമോൾക്ക് പിടിച്ചിട്ടില്ല. ലാലേട്ടൻ അത് പറയുന്നുണ്ട്, അനുമോളെ നിങ്ങളുടെ സ്വന്തം സ്ഥലമല്ല കിച്ചൺ, അവിടെ എല്ലാവർക്കും അവകാശമുണ്ട്, ഓക്കെ, നിങ്ങളുടെ മാത്രമാണ്, നിങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റണം. അനുമോൾക്ക് ആ ഒരു സാധനം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, അതൊക്കെ അനുമോൾ മാറ്റിയേ പറ്റുള്ളൂ. അതൊക്കെ അനുമോൾ മാറ്റുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അനു പറയുന്നുണ്ട്, ഗ്യാങ് പറയുമ്പോൾ മാത്രമേ അപ്പാനി കേൾക്കത്തുള്ളൂ ലാലേട്ട, അതല്ലാതെ ഗ്യാങ് ഒക്കെ ഇവിടെ വേണോ, നമ്മൾ 15 പേരുണ്ടെങ്കിൽ 15 പേരെയും ഒരേപോലെ കാണണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു, അങ്ങനെയുള്ള അഭിപ്രായമുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആരും ഒന്നും മിണ്ടുന്നില്ല. ഉടനെ അനു പറയുന്നുണ്ട്, ആരും കാണില്ല ലാലേട്ട, ആരും അത് പറയില്ല, കാരണം എല്ലാവർക്കും പേടിയാണ് ലാലേട്ട എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ, അനുമോൾ ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, നിങ്ങൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ, ആർക്കും അങ്ങനെ പേടിയൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്താ ക്യാമറ ഇല്ലേ, ജനങ്ങൾ കാണുന്നില്ലേ, അങ്ങനെ അതിനോടൊന്നും ഒരിക്കലും യോജിക്കുന്നില്ല. അനുമോൾ പിന്നെ പിടിച്ച് നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അപ്പാനിയെ പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പേടിയൊന്നുമില്ല, അപ്പാനിക്കൊക്കെ ആയിട്ട് കൊടുക്കാനുള്ള അവിടെ കൊടുക്കുന്ന ടീമുകളുണ്ട്, ഷാനവാസിനെ പോലുള്ളവർ. ഷാനവാസ് ഒരു കൊട്ട് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് ചെന്നിട്ടില്ല അപ്പാനി. അനുമോൾ അങ്ങനെ വേണം അപ്പാനിക്കൊക്കെ കൊട്ട് കൊടുക്കാൻ, അല്ലാതെ ഈ കരഞ്ഞും പിഴിഞ്ഞും നിൽക്കുന്ന അനുമോളെ ഇവന്മാർ വെറുതെ വിടത്തില്ല, ചൊറിഞ്ഞു പുറകെ പോകും. ഇപ്പം അനുമോളുടെ സൈഡിലൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അനുമോളെ, ഈ വീഡിയോ കാണുന്നതിന് ഒരുപാട് ആളുകളുണ്ട് എനിക്കറിയാം, ജനങ്ങൾക്ക് അനുമോളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം ഇവന്മാരുടെ ഈ ഒരു പരിപാടി തന്നെയാണ്.
ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെങ്കൊച്ചിനെ പിന്നെയും പോയി അവന്മാർ തട്ടും കരയിപ്പിക്കും. അത് കാണുമ്പോൾ ജനങ്ങൾക്ക് അവളോടൊരു ഇഷ്ടം തോന്നും. ആ ഒരു ഇഷ്ടത്തിലാണ് അനുമോൾ സത്യം പറഞ്ഞാൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഗെയിം വെച്ചിട്ടൊന്നുമല്ല. കാരണം അനുമോളുടെ സൈഡിലും ഒരുപാട് തെറ്റുകളും ഒരുപാട് നിയമലംഘനങ്ങളും എല്ലാം അനുമോളും എന്തായാലും നടക്കുന്നുണ്ട്. പക്ഷേ എന്താണെങ്കിലും ഈ 2 പേർക്ക്, നമ്മുടെ ജിസേലിനും അനുമോക്കും പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് നോമിനേഷൻ. അത് കൂടാതെ 2 മണിക്കൂർ ജയിലിൽ കിടക്കണമെന്നൊരു പരിപാടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ബിഗ് ബോസ് നാളെ തൊട്ട് അത് കാണാം നമുക്ക് ലൈവിലൊക്കെ. എപ്പോഴൊക്കെയാണ് ഇവർ 2 മണിക്കൂർ, ഡെയിലി 2 മണിക്കൂറാണോ എന്താണെന്ന് കൺഫേം ആയിട്ട് അറിയത്തില്ല. അതിനെപ്പറ്റി ബിഗ് ബോസ് പറയുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പ്രശ്നം അവിടെ അങ്ങ് നിർത്തുകയാണ്. നേരെ നെവിനെ പിടിക്കുന്നു. നെവിനെ മോനെ പറയടാ, നിന്റെ ചൊറിച്ചിൽ തീർന്നോ, നിനക്ക് പോവണ്ടേ, മോന് മാപ്പം തരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ. നല്ല രീതിയിലുള്ള താങ്ങ് നെവിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് നമ്മുടെ അനുമോള്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഡയലോഗ്, അത് ആദിലയോടും നൂറയോടും പറയുന്നു. കരച്ചിലാണ് അനുമോൾ. ഇന്നത്തെ എപ്പിസോഡിലും ലാലേട്ടൻ്റെ ഫ്രണ്ടിലും ഒക്കെ കരച്ചിലാണ് ഈ പെൺകൊച്ച്. എന്തിനാണ് എൻ്റെ പൊന്നനുമോളെ, എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഈ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ, ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ്, റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പോയിന്റ്സ്, എനിക്ക് ഒരുപാട് പേയ്മെൻറ്റ് തരുന്നതല്ലേ, ഞാൻ അതിനനുസരിച്ച് കണ്ടന്റ് കൊടുക്കണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുമോൾ പറയുന്നു. ഒരു രീതിയിലും അനുമോളെ എനിക്ക് അതിനോട് യോജിക്കാൻ വയ്യ. ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ അനുമോൾ കൊണ്ട് മാത്രം റേറ്റിംഗ് ഉണ്ടായി വരുന്നൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തവണ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതിനകത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ വാഴകളെന്ന് നമുക്ക് എല്ലാവരെയും ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. കളിക്കുന്നവരുണ്ട് അവിടെ, പ്രത്യേകിച്ച് നമ്മുടെ കോമണർ. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ പല കാര്യങ്ങളിലും അനീഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് പല ചോദ്യങ്ങൾ. അനീഷ് പറയൂ എന്നുള്ളൊരു കാര്യം. അനീഷ് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് അതിന് കൊടുക്കുന്നത്. അതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമേഴ്സ് ഉണ്ട് അതിനകത്ത്. മുന്നോട്ട് വരും തോറും ചിലപ്പോൾ പൊടി തട്ടി അവരൊക്കെ ഹെവി ടീമായിട്ട് മാറും. വൈൽഡ് കാർഡ് വരാൻ കിടക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും അനുമോൾ വെച്ച് മാത്രമാണ് ബിഗ് ബോസ് ഓടുന്നത്. അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ നാട്ടുകാർക്ക് വെറുപ്പാവും. ഉള്ള കാര്യം ഞാൻ പറയാം, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ ചിലപ്പോൾ എല്ലാവരും കുറേ പേര് നമ്മൾ പൊക്കിയെടുക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് തട്ടി ദൂരെ കളയും നല്ല ഗെയിം അതിനകത്ത് കാണുമ്പോഴത്തേക്ക്. അപ്പോഴും അനുമോളുടെ ഈ കരച്ചിൽ സ്ട്രാറ്റജിയും കൊണ്ടൊരു മൂലക്കൂന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം എന്നെ തെറി പറയുന്നു, എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് കുറയും അനുമോളുടെ പുറകെ പോകുന്നത്. ഒരാഴ്ച നല്ല കംപ്ലീറ്റ് ആയിട്ട് അനുമോക്കിട്ട് കൊടുത്തു, ഇനി അടുത്ത ആളെ പിടിക്കും. ഇന്ന് തന്നെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. അവിടെ ഷാനവാസ് അക്ബറൊക്കെ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും മാറാൻ പോവാത്തത് എന്ന് എനിക്ക് തോന്നുന്നത് ആര്യനാണ്. എന്ത് തേങ്ങയാണ് ലാലേട്ടൻ. ഒരുപാട് അവനെ ഉപദേശിച്ചു, നല്ല രീതിയിലും നല്ല വഴക്ക് പറഞ്ഞു, എല്ലാ രീതിയിലും. എന്നിട്ടും ചെരുപ്പ് വലിച്ചെറിയുന്നതൊക്കെയാണ് കാണുന്ന അവനെ. പറയാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും അനുമോളുടെ ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ കഴിയുന്നുണ്ട്. അതിനുശേഷം അക്ബറിനെ പിടിക്കുന്നുണ്ട് ലാലേട്ടൻ. വേറെ എന്തെങ്കിലും പിടിക്കുമോ, എന്നെ കണ്ടന്റ് പിടിക്ക്, അനുമോളുടെ പുറകെ തന്നെയാണല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടുകാരെയൊക്കെ പറഞ്ഞ് ലാലേട്ട, അവളെൻ്റെ വീട്ടുകാരെ പറഞ്ഞു, എൻ്റെ ഭാര്യ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് റിസപ്ഷൻ ആവുന്നതേ ഉള്ളൂ, ഞങ്ങൾ പിരിയും എന്നൊക്കെ അനുമോൾ പറഞ്ഞു. അനുമോൾ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പിരിയുമെന്നൊന്നും. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള ടാർഗറ്റ്, എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു ലാലേട്ട, വീണ്ടും എൻ്റെ പുറകെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നു, അനീഷ് പറയൂ, എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണോ ഇവിടെ നടക്കുന്നത്? അനീഷ് എടുത്ത വായി തന്നെ പറഞ്ഞു, ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ലാലേട്ട, ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അനുമോളുടെ പുറകെ ഇന്നലെ ജയിലിൽ കിടന്നപ്പോഴാണെങ്കിലും അപ്പാനി വരുന്നു, അക്ബർ പാട്ട് പാടി 24 മണിക്കൂർ നടക്കുക. ഇത് അനുമോളെ ടാർഗറ്റ് ചെയ്ത് തന്നെ പോകുന്നൊരു സാധനമാണ് എന്നുള്ളൊരു കാര്യം അനീഷ് ഉള്ളതുപോലെ അങ്ങോട്ട് എണീറ്റ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അനു പറയുന്നുണ്ട്, എൻ്റെ ഷവർ കിറ്റ് കാണാതായി ലാലേട്ട, അതൊരു ദിവസം ഫുള്ള് ഞാൻ കുളിക്കാതെയൊക്കെയായിരുന്നു. അതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരിക്കലും ഡ്രാമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പറയുമ്പോൾ അനുമോൾ നിന്ന് കരയുന്നുണ്ട്. ഇത് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ തന്നെ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും അനുവിനോടൊരു സ്നേഹം വരുന്നത്. നമുക്കൊരു സങ്കടം വരും, അയ്യോ നമ്മുടെ ഒരു വീട്ടിലെ കുട്ടി ഇങ്ങനെ കുളിക്കാതെയൊക്കെ നിൽക്കുമ്പോൾ ഇല്ലേ. എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും തോന്നും അത്. ആ ഒരു സ്ഥാനത്തിലാണ് സത്യം പറഞ്ഞാൽ അനുമോളുടെ മുന്നോട്ടുള്ളൊരു പോക്ക് നടക്കുന്നത്. എല്ലാവർക്കും സങ്കടം വരും, കുളിക്കാതെ ഒരു ദിവസം നിൽക്കുക. അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്, ഞാൻ അങ്ങനെയും ചിന്തിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച്, ഒരു ദിവസം മൊത്തം കുളിക്കാതെ നിൽക്കുക, മറ്റവൻ്റെ തോന്നിയാസം കാരണം, എന്നിട്ട് അവനത് ആ ബെഡിൽ കൊണ്ട് ഇട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ എന്തായാലും പറയുന്നത്. പിന്നെ ആര്യനെ പൊക്കി ലാലേട്ടൻ. അതിനുശേഷം അത് കഴിയുമ്പോഴാണ് ലാലേട്ടൻ അത് കഴിയുമ്പോഴത്തേക്ക് ടെഡി ബെയറിൻ്റെ കേസ്, അതായത് ജയിലിൽ പോയത്, അത് ആര്യം പറയുന്നുണ്ട്. അത് റൂൾ ബ്രേക്ക് അല്ലേ ലാലേട്ട എന്ന് ആര്യൻ എണീറ്റ് എന്ന് പറയുന്നുണ്ട്. അവൾ അങ്ങനെ പോകാവോ, അത് തെറ്റാണെന്ന് പറയുന്നു. ഉടനെ ഷാനവാസ് എണീക്കുന്നു. ഷാനവാസ് പറയുന്നു, ലാലേട്ട ഓക്കെ, അനുമോൾ അത് ചെയ്തു,
ഈ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അവൻ്റെ ബാഡ്ജ് മേടിച്ചുകൊണ്ട് പോയി ആരൻ്റെ. അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരാളുടെ കബോർഡിൽ പോയി കൈയിടരുതെന്ന്. എൻ്റെ ബാഡ്ജ് എൻ്റെ കബോർഡിൽ ഇരുന്നതാണ്, ആര്യൻ വന്ന് അതെടുത്തു. ഈ റൂൾ ബ്രേക്ക് എന്ന് പറയുന്ന ഇവൻ ചെയ്യുന്നത് റൂൾ ബ്രേക്ക് അല്ലേ എന്നൊരു കാര്യം ഷാനവാസ് അങ്ങോട്ട് ചോദിക്കുമ്പം ലാലേട്ടന് കിട്ടി. അപ്പം തന്നെ ലാലേട്ടൻ ആര്യനെ പൊക്കി പിന്നെ അങ്ങോട്ട് ലാലേട്ടനെ വലിച്ചു കീറുക ഇൻ ദ സെൻസ് ഒട്ടിച്ചു. നല്ല രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ. അവനൊരു മാനസിക രോഗിയാണ് മോനെ നീ എന്നവൻ്റെ മുഖത്ത് നോക്കി ലാലേട്ടന് പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ പറയേണ്ട രീതിയിലൊക്കെ നല്ല രീതി അവനിട്ടുള്ള കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് സ്ട്രാറ്റജിക്കൽ മൂവ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആര്യൻ പറയുന്നതാണ് ലാലേട്ട അതെൻ്റെ സ്ട്രാറ്റജിക്കൽ മൂവാണ് ലാലേട്ടൻ തന്നെ ചോദിച്ചേടെ എന്ത് സ്ട്രാറ്റജിക്കൽ മൂവടെ. ഷാനവാസ് പറയുന്നു ലാലേട്ട എന്ത് പറഞ്ഞാലും ഇവൻ്റെ സ്ട്രാറ്റജിക്കൽ മൂവ് ആണെന്നാണ് പറയുന്നത്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ പണിപ്പുര നീ പുറത്തു നിന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ കയറി എടുക്കണ്ടെന്ന്. ലാലേട്ട അതെൻ്റെ സ്ട്രാറ്റജിക്കൽ മൂവാണ്. എന്നിട്ട് എന്തായി നിന്റെ സ്ട്രാറ്റജിക്കൽ മൂവ്? വേറെ എന്തെങ്കിലും മാറിയോ ഇവിടെ? ഇല്ലല്ലോ, കിട്ടേണ്ട സാധനം എല്ലാവർക്കും കിട്ടിയില്ലേ? അതാണ് ലാലേട്ട പിന്നെ എന്ത് സ്ട്രാറ്റജിക്കൽ മൂവാടാ മോനെ നീ പറയുന്നത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ നല്ല രീതിയിൽ ആര്യന് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ അനീഷിനോട് വീണ്ടും അനീഷ് പറയൂ അനീഷ് എന്താണ് പറയാനുള്ളത്, എന്താണ് ആര്യൻ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് വളരെ വ്യക്തമായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നുണ്ട്. എന്താണെന്നല്ലേ, ആര്യൻ എപ്പോഴും നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് ലാലേട്ട. അങ്ങനെ അനീഷും നല്ല രീതിയിൽ ആര്യനെ ഇരുത്തിക്കൊണ്ട് തന്നെ കനത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവനൊരു പേഴ്സണൽ ഗ്രഡ്ജ്, ഇവനെ ആരും ഒന്നും പറയരുത്. ഇവനെ നമ്മുടെ ജിസയിൽ നോക്കുന്ന കണക്ക് തുന്തരിവാവേ ഇങ്ങനെ നോക്കണം. അനീഷ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം ഒരു ബ്രേക്ക് വരുന്നു. ആ ബ്രേക്കിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നു കഴിയുമ്പം അനീഷ് വേറെന്തോ ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആര്യൻ അവിടെ ഇരുന്ന് ലാലേട്ടൻ ഉണ്ട്. ആ സമയത്താണ് ഇവൻ പറയുന്നത് അനീഷ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അനീഷ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. കളിയാക്കുന്നതാണ്, കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. ലാലേട്ടനും അത് മനസ്സിലായി. അതിനുശേഷം പിന്നെ ആര്യനെ എടുത്തു വെച്ച് അരി വറക്കുന്നുണ്ട് ലാലേട്ടൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് ഈ ഒരു പ്രൊമോ വന്നപ്പോഴത്തേക്ക് ഈ ഒരു കേസ്. അവൻ്റെ മറ്റേ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു കുന്തളിപ്പ് എടുത്തു വെച്ച് ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് നിർത്തി. ആര്യ മോനെ നന്നായാൽ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞ് പരിപാടി അവിടെ നിർത്തി. അതിനുശേഷം എവിക്ഷൻ ഇല്ലായിരുന്നു ഈ ആഴ്ച, ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. അടുത്ത ആഴ്ച ഓണമാണല്ലോ, ഓണമൊക്കെ കഴിയട്ടെ എന്നിട്ട് എല്ലാത്തിനെയും അടിച്ചിറക്കി വിടാം എന്നുള്ളൊരു മൂഡിലാണെന്ന് തോന്നുന്നു ലാലേട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എപ്പിസോഡിൽ നടന്നത്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അനുമോളുടെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇനി കരച്ചിൽ മാറ്റിയില്ലെങ്കിൽ പണി പാളും. പിന്നെ ഇതങ്ങോട്ട് കഴിഞ്ഞ് പ്രൊമോ വന്നു പുതിയത്. അതിനകത്ത് വീണ്ടും ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അവിടെ ഇടി ഉണ്ടായിട്ടുണ്ട്. അനുമോള്, അക്ബർ, ഷാനവാസ്, ആര്യൻ ഷൂസൊക്കെ വലിച്ചെറിയുന്ന കണ്ടു. ഇവന് ചെരുപ്പോ ഷൂസോ വലിച്ചെറിയുക, ചുമ്മാ പോയി ആരെങ്കിലും നെഞ്ചത്ത് കയറുക, ഇതാണ് ഇവൻ്റെ പരിപാടി. അടുത്തൊരു വോട്ടിങ് പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച വോട്ടിംഗ് നോക്കിയായിരുന്നെങ്കിൽ കംപ്ലീറ്റ്ലി ആര്യനാണ് ഡൗൺ എന്നാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. ഒരിക്കലും ആര്യന് വോട്ട് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയില്ല. പ്രത്യേകിച്ച് ലാലേട്ടനെ പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, മലയാള സിനിമയുടെ ഒരു എന്താണ് ഒരു അങ്ങനെയൊന്നും വിളിക്കണ്ടല്ലേ, ഒരു താരരാജാവെന്ന് അങ്ങനെ കാണണ്ട നമ്മൾ ലാലേട്ടനെ. വിടുക. അതിപ്പോൾ ഈ ഞാൻ ലാലേട്ടൻ ഫാനാണ്, ഇനിയിപ്പോൾ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് പറഞ്ഞു എന്ന് എല്ലാവരും പറയും, അതുകൊണ്ട് അത് വിടുക. എന്നാലും നമ്മുടെ മലയാളികളുടെ ഒരു പേഴ്സണൽ അഹങ്കാരമല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി. ഏതൊരു രാജ്യത്ത് ചെന്നാലും മലയാളി, അപ്പം തന്നെ മമ്മൂക്ക, ലാലേട്ടൻ എന്നൊക്കെയാണ് പറയുന്നത് പല ആൾക്കാരും. അങ്ങനെ നമ്മൾ കാണുന്ന ഒരു വ്യക്തി ഒരു ഷോയുടെ ഹോസ്റ്റായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് അദ്ദേഹത്തെ പോലും പുച്ഛിക്കുന്ന തരത്തിലുള്ള സംസാരം നടത്തുന്ന ആര്യന് നിങ്ങൾ വോട്ട് കൊടുക്കുമോ? എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഒരു ചെറിയൊരു ദേഷ്യം ആ ഒരു വ്യക്തിയോട്. ഞാൻ ഇങ്ങനെ ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ആ ഒരു ഷോയെ, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ടൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഏതോ ഒരുത്തം വന്നിട്ട് ഈ കൊണയൊക്കെ കാണിക്കുമ്പോൾ കയ്യും കെട്ടി മിണ്ടാതെ അവന് വോട്ട് കുത്താൻ എനിക്കിച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്ത് ഗെയിമിൻ്റെ പേരിലാണെങ്കിലും. പിന്നെ ഗെയിം ആണെങ്കിലും പോട്ടേന്ന് വെക്കാം. പക്ഷേ ഇത് ഇവൻ്റെ ഗെയിമാണോ? ഇവൻ്റെ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കിളി പോയ ഒരുത്തൻ അതാണ്. ആദ്യത്തെ ഒരാഴ്ചയിൽ വൻ സെറ്റപ്പിലൊക്കെ കയറി വന്നു. പിന്നെ സ്വന്തം വില ഇടിയുന്ന കണ്ടപ്പോഴത്തേക്ക് ലാലേട്ടനും ഊക്കുന്നു, എല്ലാവരും ഊക്കുന്നു. ആ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി പ്രാന്തായിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ. ഇവനെ അതിനകത്ത് നിർത്താതിരിക്കുന്നതാണ് നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.